കോൺഗ്രസിലെ പടലപ്പിണക്കവും ആരോപണങ്ങളും മുതലെടുക്കാൻ ഒരുങ്ങി CPIM. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ബാലകൃഷ്ണൻ പെരിയ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാനാണ് പാർട്ടി തീരുമാനം. എന്നാൽ സംസ്ഥാന നേതൃത്വം വിഷയത്തെ ഗൗരവമായി കാണേണ്ടതില്ലെന്ന നിലപാടിലാണ്. പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിലെ അച്ചടക്ക നടപടിയെങ്കിലും അത് പറയാതെ അഴിമതി ആരോപണം ഉയർത്തിക്കാട്ടാനാണ് CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഞങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനെ പറഞ്ഞത് വെളിച്ച വിപ്ലവം കാസർഗോഡിന് സമ്മാനിച്ച രാജകുമാരൻ എന്ന് ചർച്ചയിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്. പിന്നീടാണ് അറിയുന്നത് 236 ഹൈമാക്സ് ലൈറ്റുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഫണ്ട്, കാസർഗോഡ് ജില്ലക്ക് കിട്ടിയ ടോട്ടൽ ഫണ്ടിൻ്റെ 70% ഓഫ് ദ ടോട്ടൽ ഫണ്ട് ഹി അലോട്ടഡ് ടു ദിസ് പർട്ടിക്കുലർ പ്രോജക്റ്റ്. എന്താ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത? ഒരു ഹൈമാക്സ് ലൈറ്റ് കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടും. നിങ്ങൾ അന്വേഷിക്കണം. അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ. ഞാൻ തെളിയിക്കും ഐമാക്സ് ഇടപാടിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർഗോട്ട് നടത്തിയ അഴിമതി. ബാലകൃഷ്ണൻ പെരിയുടെ ആരോപണം ജനങ്ങളിലെത്തിക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ജനവികാരം ഉയർത്തിവിടുകയുമാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. നേരത്തെ CPIM രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെടുകയോ ചർച്ചയാകുകയോ ചെയ്തില്ല. എന്നാൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പാർട്ടി വേദിയിലും സമൂഹ മാധ്യമങ്ങളിലും അഴിമതി ആരോപണം ചർച്ചയാക്കും. എന്നാൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് വിഷയം ചർച്ചയാക്കുന്നതിൽ താൽപ്പര്യമില്ല. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറ്റുപിടിക്കേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ പക്ഷം. ന്യൂസ് മലയാളം, കാസർഗോഡ്.